നമസ്കാരം. അതെ, എനിക്കൊരു സ്വഭാവമുണ്ട്. അതെന്താണെന്ന് വെച്ചാൽ, ഇഫ് സം ലേഡി ഈസ് വെരി വെൽ ഡ്രസ്ഡ്, നല്ല ഭംഗിയിൽ ഡ്രസ്സ് ചെയ്ത ഒരു കുഞ്ഞു കുട്ടിയാണെങ്കിലും ശരി, ഒരു സാരി എടുത്ത സ്ത്രീയോ നല്ല ചുരിദാറിട്ട ഒരു സ്ത്രീയോ ആയാലും ശരി, ഒരു വയസ്സായ അമ്മൂമ്മയാണെങ്കിലും ശരി, ഇഫ് ഐ ഫൈൻഡ് സമ്മൺ ഈസ് വെൽ ഡ്രസ്ഡ്, ഞാൻ അവരെ പോയി കോംപ്ലിമെൻറ്റ് ചെയ്യും. എനിക്ക് പരിചയമില്ലാത്ത ആൾക്കാരാണെങ്കിൽ ഉറപ്പായിട്ട് ഞാൻ കോംപ്ലിമെൻറ്റ് ചെയ്യും. എന്ന് വെച്ചാൽ ഗെറ്റിംഗ് എ കോംപ്ലിമെൻറ്റ് ഫ്രം എ വെരി റാൻഡം പേഴ്സൺ ബൂസ്റ്റ് പീപ്പിൾ കോൺഫിഡൻസ്. അവരെ കോൺഫിഡൻസ് ശരിക്കും ബൂസ്റ്റ് ചെയ്യണ ഒരു സംഭവമാണ്. എനിക്ക് അവരെ പരിചയമില്ലല്ലോ, എനിക്ക് കണ്ണിൽ കൂടെ കാണുന്ന മാത്രമല്ലേ ഉള്ളൂ അവരെനിക്ക് ഒട്ടും പരിചയമില്ലാത്ത ആൾക്കാരെ പോയി കോംപ്ലിമെൻറ്റ് ചെയ്യുമ്പോൾ ഈ ലേഡീസിന് ഭയങ്കര ഒരു സന്തോഷം കിട്ടും. അപ്പോൾ ഹരീഷ് പറയും, നിനക്ക് പ്രാന്താണ്, ഇങ്ങനെയൊക്കെ കണ്ടവരുടെ അടുത്തൊന്നും പോയി സംസാരിക്കാൻ പാടില്ല, എന്ത് നേടാനാണെന്ന് പറയുമ്പോൾ ഞാൻ പറയും, ഞാനൊന്നും നേടിയില്ലെങ്കിലും അവർക്ക് ആ സമയത്ത് കിട്ടുന്ന ഒരു ഹാപ്പിനെസ് ഇറ്റ് ഈസ് ഇർറിപ്ലേസബിൾ. അതെനിക്ക് ഉറപ്പാണ്. ഇത് പറയാൻ കാരണം എന്താണെന്ന് വെച്ചാൽ, ഇന്നലെ ഞാൻ ശുഗപുരത്ത് ദക്ഷിണാമൂർത്തി ക്ഷേത്രം എടപ്പാളിലുള്ളത്, അവിടെ ഇപ്പോൾ രുദ്രത്തിൻ്റെ എന്തൊക്കെയോ നടക്കുന്നുണ്ട്. അപ്പോൾ അവിടെ പോയി തൊഴുതിട്ട് തിരിച്ചു വരുന്ന വഴി അങ്കമാലിയിൽ ഒരു ഹോട്ടലിൽ പോയി കഴിക്കുകയായിരുന്നു. കഴിക്കണ സമയത്ത് എൻ്റെ അടുത്ത് ഒരു ഒട്ടും പരിചയമില്ലാത്തൊരു സ്ത്രീ വന്നിട്ട് പറഞ്ഞു, നിങ്ങളുടെ സാരി കാണാൻ നല്ല രസമുണ്ട് കേട്ടോ. അത് കേട്ടപ്പോൾ എനിക്ക് ഭയങ്കര സന്തോഷമായി. അപ്പോൾ ഈ സന്തോഷം എനിക്ക് കുറേ പേർക്ക് കൊടുക്കാൻ പറ്റിയിട്ടുണ്ട്. അത് തന്നെ എനിക്ക് തിരിച്ചും കിട്ടി. വാട്ട് ഗോസ് അറൗണ്ട് കംസ് അറൗണ്ട് അല്ലേ? അപ്പോൾ ബി വെരി ഫ്രീ വിത്ത് യുവർ കോംപ്ലിമെൻറ്റ്സ് ലേഡീസ്. ആണുങ്ങളുടെ അടുത്ത് ഞാൻ പറയില്ല, പക്ഷെ ഗേൾസ് ആൻഡ് വിമൻ ബി വെരി ഫ്രീ വിത്ത് യുവർ കോംപ്ലിമെൻറ്റ്സ്. നമ്മൾ മാത്രമേ ഉള്ളൂ, അപ്പുറയ്ക്കും കോംപ്ലിമെൻറ്റ് ചെയ്യാലോ, മറ്റവർക്ക് സന്തോഷം കൊടുക്കാമല്ലോ. ചെറിയൊരു സന്തോഷമല്ലേ, നമുക്ക് നഷ്ടമൊന്നും ഇല്ലല്ലോ, അത് കൊടുക്കൂ കേട്ടോ എന്തായാലും. ഓക്കെ, ഹാവ് എ ഗുഡ് ഡേ.